നമ്മൾ ഫോട്ടോസോ വീഡിയോസോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു പോപ്പ് മെസ്സേജ് വരുന്ന സമയത്ത് നമുക്ക് എത്ര ദേഷ്യം വരുന്നു ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കും ഇത് തന്നെയായിരുന്നു അവസ്ഥ. മനസ്സമാധാനത്തോടെ ഒരു വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഫൈനലി ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. സോ ഇതാണ് ആ സൊല്യൂഷൻ, സാൻഡിസ്കിൻ്റെ ഫ്ലാഷ് ഡ്രൈവ്. ഈ സാൻഡിസ്കിനെ പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ സോഷ്യൽ മീഡിയാസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വർക്ക് ആവുമോ, വേർത്തായിരിക്കുമോ, യൂസ് ചെയ്യാൻ എളുപ്പമാണോ എന്നുള്ള പല ഡൗട്ടുകൾ കൊണ്ടും ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റോറേജ് ഇഷ്യൂ ഭയങ്കര പ്രശ്നമായ സമയത്താണ് ഞാനിത് ഫൈനലി വാങ്ങുന്നത്. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്, വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ. എനിക്കിത് ഭയങ്കര വർത്തായിട്ട് തോന്നി. 256 GB ആണ് ഇതിന് വരുന്നത്. സാൻഡിസ്കിൻ്റെ മെമ്മറി സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് നമ്മൾ ഈ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ആപ്പ് നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആൻഡ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഫ്ലാഷ് ഡ്രൈവ് നിന്ന് തിരിച്ച് നമുക്ക് നമ്മുടെ ഫോണിലേക്കും പെട്ടെന്ന് തന്നെ കോപ്പി ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, കുഞ്ഞിയാണ്. സോ ഇതിന് 2 പോർട്ടാണ് വരുന്നത്. എ ടൈപ്പ് ആണ്, നമുക്ക് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാം. ലൈറ്റ്നിങ് പോർട്ടാണ് വരുന്നത്, നമുക്ക് ഐഫോണിലേക്ക് കണക്ട് ചെയ്യാം. ഐഫോണിലും ഐപാഡിലും മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് സി ടൈപ്പ് അല്ല കേട്ടോ. സി ടൈപ്പ് ചാർജേഴ്സ് വരുന്ന ഫോണിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കിതിനൊരു ടോപ്പും വരുന്നുണ്ട്. ആദ്യം തന്നെ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ശേഷം സാൻഡിസ്ക് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ സാൻഡിസ്ക് മെമ്മറീസ് ഓൺ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് കാണാം. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഓൾറെഡി ഡൗൺലോഡഡ് ആണ്. സോ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരിക. ഇതിൽ കോപ്പി ഫ്രം ഫോൺ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ഫോണിലെ ഫയൽസ് നമ്മുടെ ഫ്ലാഷ് ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 2 ഓപ്ഷൻ കാണാം. ഗാലറി ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഫയലാണോ വേണ്ടത് അത് ചൂസ് ചെയ്യുക. അപ്പം ഞാനിതിൽ ഈ ഒരു ഫസ്റ്റ് കാണുന്ന 4 ഫോട്ടോസാണ് കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൺഫേം സെലക്ഷൻ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. കാരണം നമുക്ക് പിന്നെ ഫോട്ടോസ് ചൂസ് ചെയ്യാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അവിടെ മുകളിൽ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് എന്തെങ്കിലും പേര് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ബ്ലൂ ഫ്രോക്ക് എന്നാണ് കൊടുക്കുന്നത്. കാരണം ബ്ലൂ ഡ്രസ്സ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഫോൾഡർ ക്രിയേറ്റ് ആയി. നമ്മൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് കോപ്പി കൊടുക്കുക. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഇതിലേക്ക് ട്രാൻസ്ഫർ ആവും. കണ്ടോ എത്ര പെട്ടെന്നാണ് ഇത് കംപ്ലീറ്റ് ആയത് എന്നുള്ളത്. ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ഫോണിലുള്ള ഈ ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളുടെ റീസൈക്കിൾ ബിന്നിൽ ഉണ്ടാവും. സോ ഇനി മുകളിൽ റൈറ്റ് സൈഡിൽ സ്വാതി കൃഷ്ണ ഡ്രൈവ് എന്ന് കണ്ടില്ലേ, നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് നമ്മുടെ ഈ ഫ്ലാഷ് ഡ്രൈവിലുള്ള ഡാറ്റാസ് മൊത്തം നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റും. ബ്രൗസ് മൈ ഡാറ്റയിൽ ഇതൊക്കെ എൻ്റെ ഈ ഫ്ലാഷ് ഡ്രൈവിലുള്ള ഡാറ്റാസ് ആണ്. ഇനി നമുക്ക് ഈ ഡ്രൈവിൽ നിന്ന് ഫോണിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ഫ്രം ഡ്രൈവ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ഈ ഫോട്ടോസ് ആണെങ്കിൽ നമ്മൾ ആ ഫോട്ടോസ് ചൂസ് ചെയ്യുക. ശേഷം സ്റ്റാർട്ട് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ നമ്മുടെ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ടാകും. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ നേരെ പോയി നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോസ് അവിടെ ഉണ്ടാവും. സോ ഈ ഒരു ഫ്ലാഷ് ഡ്രൈവിൻ്റെ പ്രൈസ് വരുന്നത് 5699 ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ടോട്ടലി വർത്ത് ആണ്, എസ്പെഷ്യലി ഫോർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ മീ ആൻഡ് കമൻറ്റ് ലിങ്ക്.